ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഹുലാണെങ്കിലോ അഞ്ജുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. രാഹുലിന് ഇപ്പോൾ ഒരു ദേഷ്യം കേട്ടോ അഞ്ജുവിനോട്. കാരണം അവിടുത്തെ വിവരങ്ങളൊന്നും രാഹുലിനെ അറിയിക്കുന്നില്ല എന്നൊരു പരിഭവം മാത്രമേ ഉള്ളൂ. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, തനിക്കിപ്പോൾ എന്നെയൊന്നും വേണ്ടല്ലോ, തനിക്ക് എന്നേക്കാൾ വലുത് മറ്റാരൊക്കെയല്ലേ, തൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലേ എന്ന് പറയുമ്പോഴത്തേനും അതെന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കാണെങ്കിലോ നിന്നല്ലാതെ മറ്റാരെയാണ് എനിക്കിഷ്ടം, എനിക്ക് ഏറ്റവും കൂടുതലും ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെയാണെന്ന് പറയുന്നു. രാഹുലാണെങ്കിലോ അതൊന്നും മൈൻഡാക്കുന്നില്ല കേട്ടോ. എന്തായാലും എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നും ഒരു പരിഭവം പോലെ തന്നെ രാഹുൽ പറയുന്നുണ്ട്. അതൊക്കെ നിന്നോട് ഞാൻ നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്നും ഫോണിലൂടെ പറയാൻ പറ്റില്ല. നാളെ എന്തായാലും മൃദുലിൻ്റെ വീട്ടിലേക്ക് താൻ വായോ, ഞാനും അങ്ങോട്ട് വരാം, നേരിൽ കണ്ട് നമുക്ക് സംസാരിക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അങ്ങനെ അബി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അബിയും അതുപോലെ തന്നെ നമ്മുടെ വർഷയും വരുന്നുണ്ട്. അതിനുശേഷം തന്നെ താൻ എങ്ങോട്ടാടോ പോകുന്നത്, താൻ ഇവിടെ നിൽക്ക്, ആ വിവേകായിരിക്കും എന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഞാനേ ഫോണിലാണെന്ന് അഞ്ജും പറയുക കേട്ടോ. അതിനുശേഷം തന്നെ അത് വിവേകാണെങ്കിൽ, അയ്യോ രാഹുലെ ഞാൻ പിന്നെ വിളിക്കാം, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ വിവേക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ രാത്രി ഈ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഇവൻ എന്തിനാണാവോ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിൽ രാഹുലിനൊരു ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിവേക് അങ്ങോട്ട് എത്തുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, എന്താ വിവേക് ഈ പാതിരാത്രിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ജു. അപ്പോൾ അതല്ലടോ, 8 മണിയാകുമ്പോഴത്തേനും പാതിരാത്രി ആയോ? അല്ല, അതായത് അഭി പറയുന്നുണ്ട്, ഇത് അസമയല്ലേ, എന്താണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ചോദിച്ചതാണ് എന്ന് കുട്ടി ഉദ്ദേശിച്ചത് എന്ന് അഭിയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു ട്രീറ്റ് തരാൻ വേണ്ടി വന്നതാണ്. പിന്നെ ആ 4ാമത്തെ പെൺകുട്ടിയും കൂടി വിളിക്കണം കേട്ടോ. ബാക്കിയുള്ള എടുത്തു ശിവയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ മേലെയാണ്. വിക്രമിനെതിരെ നമുക്ക് ആദ്യത്തെ പടയൊരുക്കം നമ്മൾ നടത്തിയില്ലേ, അതിൻ്റെ ഒരു ട്രീറ്റ്. പിന്നെ അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ തന്നെ വന്നിട്ട് ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടെന്ന് കരുതി. പക്ഷേ ഈ കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ ആ 4ാമത്തെ പെൺകുട്ടി അവളാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല പെട്ടല്ലോ എന്നൊരവസ്ഥയിലായി. അഭിയാണെങ്കിലോ ഇവർ 4 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ശിവയാണെങ്കിലോ, എന്താണോ താൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് വർഷയോട് ചോദിക്കുന്നത്. ആ വിവേക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതെയോ, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ശിവയോടും ബാക്കി എല്ലാവരോടും പറയുന്നുണ്ട്, ആ 4ാമത്തെ പെൺകുട്ടിയും കൂടി വിളിച്ചിട്ട് വായോ, അതിനുശേഷം നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അയ്യോ അവൾക്ക് വരാൻ പറ്റില്ല, ഭയങ്കര വയറുവേദനയാണെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടിക്ക് എപ്പോഴും തന്നെ. പിന്നെ ആ വയറുവേദന മാറാനായിട്ടുള്ള ഞാനൊരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വയറുവേദനയൊക്കെ മാറും. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടാബ്ലറ്റാണെന്ന് പറയുന്നു. വേഗം കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വായോ എന്ന് പറയുന്നു. അങ്ങനെ അബിയോട് ചെല്ലാനായിട്ട് പറയുന്നുണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ. അബിയാണെങ്കിലോ ചെന്നിട്ട് വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ വർഷ, നീ ഇത് കഴിച്ചിട്ട് വേഗം അങ്ങ് വന്നേക്കെന്ന് പറയുന്നുണ്ട്. എന്താണോ താൻ പറയുന്നത്? അല്ല, വിവേകേട്ടനാണെങ്കിലോ ഗേൾസിനെ കുറിച്ച് നല്ല കെയറിങ് ആണ് കേട്ടോ, അതാണല്ലോ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തന്നത്, നമ്മുടെ പെയിനൊക്കെ മൂപ്പർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. താൻ ഇങ്ങോട്ട് വന്ന് നിന്നെ ഞാൻ ശരിയാക്കും. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്, എപ്പോൾ നോക്കിയാലും എന്നെ ഈ നാണം കെടുത്തുന്ന പരിപാടിയേ ഉള്ളൂ. എനിക്ക് വയ്യ, അയാളുടെ മുന്നിലെങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടുന്ന് കൂടും കുടുക്കി എടുത്തിട്ട് ഇറങ്ങേണ്ടി വരും. പിന്നെ അങ്കിളും ആൻറ്റി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം പോലും ഈ നിമിഷം ഇല്ലാണ്ടാവും. എല്ലാവരും നമ്മൾ അടിച്ചിറക്കും. അതിനേക്കാളും നല്ലത് ഇവിടുന്ന് ഇതെങ്ങനെ എസ്കേപ്പ് ആവാനായിട്ട് നോക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അയാൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ ഇപ്പം ചെയ്യുക? ഒരു മാർഗ്ഗമുണ്ട് കേട്ടോ, നമുക്കൊരു പാക്ക് ഇടാം. ഇതാ റെഡ് സാൻഡിൽ പൊടി ഇവിടെ ഉണ്ട്, അത് വെച്ചിട്ട് പാക്ക് ഇട്ടാൽ ഒരു മനുഷ്യനും തന്നെ തിരിച്ചറിയില്ല എന്നും അഭി പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേന് എന്താണോ പറയുന്നത്, ഇതൊക്കെ നടക്കുമോ, ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ അഥവാ പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ടെ, എന്തായാലും തലയൊന്നും വെട്ടിക്കളയില്ലല്ലോ, അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന് പറയുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങേണ്ടി വന്ന് നമുക്ക് ഇറങ്ങിയാൽ പോരെ, താൻ അവിടെ നിൽക്ക്, കണ്ണടച്ച് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി, ഞാനിപ്പോൾ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് ഒരു പാക്കങ്ങ് ഇടുക കേട്ടോ അബി ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വിവേക് ബാക്കിയുള്ള കുട്ടികളോട് പറയുന്നുണ്ട്, എവിടെ ആ കുട്ടി, എവിടെ ഇത്രയും നേരമായിട്ട് അബി പോയിട്ട് പോലും കാണാനില്ല, ഇത്രയും സമയവും. അല്ല, വിവേക് കൊടുത്ത ടാബ്ലറ്റ് കഴിച്ച് പെയിനൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരിക്കും. എന്തോ ഒരു കഷ്ടം. അവളെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ഈ സമയത്ത് പെൺകുട്ടികളുടെ വേദന വിവേകിന് എങ്ങനെ മനസ്സിലാവും, അതൊക്കെ എനിക്കറിയാം. എന്നാൽ പിന്നെ ശരി, അതൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടി വരട്ടെ, അന്ന് നമുക്ക് വിവേക് ചെന്നോ, ഞങ്ങൾ കേക്ക് മുറിച്ചോളാം. ആ വേദനയൊക്കെ മാറിയിട്ട് വന്നിട്ട് ഞാൻ കേക്ക് മുറിച്ചിട്ടേ പോവുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് വിവേക് അവിടെ ഇരിക്കുക കേട്ടോ. അത് കാണുന്ന അഞ്ജുവിനും ശിവയ്ക്കും അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ് കേട്ടോ. അതിനുശേഷം തന്നെ
അഭിയാണെങ്കിൽ ഒരു കിടിലം പാക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വർഷയോട് പറയുന്നുണ്ട്, ദേ കണ്ണാടിയിലേക്ക് നോക്ക്, ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറയുമെന്ന് പറയുന്നു. ഇതാരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷ. അപ്പം തനിക്ക് പോലും തന്നെ മനസ്സിലായില്ലെങ്കിൽ വിവേകേട്ടൻ നിന്നെ എങ്ങനെ തിരിച്ചറിയാനാ? ഇതൊക്കെ നടക്കുമോ? തീർച്ചയായും. അങ്ങനെ അഞ്ച് വന്ന് വിളിക്കുമ്പോൾ അയ്യോ ഇതാരാന്ന് ചോദിക്കുന്നു കേട്ടോ. ഇതല്ലേ വർഷ. ആ ഇത് കൊള്ളാലോ, പക്ഷേ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ? ആവും, നമുക്ക് പോവാമെന്ന് പറയുന്നു. അങ്ങനെ വർഷയും കൂട്ടിക്കൊണ്ട് അഭിയും അഞ്ചും കൂടി വരുന്നു കേട്ടോ. വിവേക് ഇത് കാണുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട്. എന്താ ഈ കുട്ടിയുടെ മുഖത്ത്? ഇത് റെഡ് സാൻഡിൽ പൊടിയാണ്, ഇതൊരു ഫേസ് പാക്കാണ്, ഇത് ഈ സമയത്തൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പിന്നെ വിവേകേട്ടൻ അറിയാഞ്ഞിട്ടാ ഈ ടൈമിൽ ഈ മഞ്ഞളും ഈ റെഡ് സാൻഡിൽ പൊടിയും ഒക്കെ തേച്ച് കുളിച്ചിട്ടാണ് ഞങ്ങളൊക്കെ നിൽക്കാറ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ പിന്നെ ഈ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാനെന്ന് പറയുന്നു. അതൊക്കെ ഈ പ്രായം ആകുന്നത് ഫസ്റ്റ് ടൈം ആകുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ. അവൾ ഫസ്റ്റ് ടൈമാണ് ആയിട്ടുള്ളത് എന്ന രീതിയിൽ അഭി പറയുന്നുണ്ട്. വർഷ അങ്ങ് നാണം കെടുത്തുക കേട്ടോ അഭി ചെയ്യുന്നത്. ഒരു പൊട്ടത്തരാണ് വിളിച്ച് പറയുന്നത്. ഇവൾക്ക് ആകെ 13 വയസ്സായിട്ടുള്ള വിവേകേട്ടാ, പിന്നെ എന്ത് ചെയ്യാനാണ്? ഇവളുടെ ചേച്ചികളാണ് ഞങ്ങൾ പറഞ്ഞ അനുസരിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ വർഷയ്ക്ക് ദേഷ്യം വരുന്ന അഞ്ജുനോട് ചോദിക്കുന്നു, എന്താ ഇത്, ഒന്നും മിണ്ടാണ്ടിരിക്കുക, അതായിരിക്കും നല്ലതെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എനിക്ക് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, തന്നെ എപ്പോഴും കാണണമെന്ന് വിചാരിക്കും, പക്ഷെ സാധിക്കാറില്ല, എനിക്കൊരു ഹായ് താടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷയാണെങ്കിലും കൈ കൊടുക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അതെന്താടോ ഇങ്ങനെ കാണിക്കുന്ന, ഒരു ഷെയ്ക്ക് ഹാൻഡ് ആടോ എന്ന് പറഞ്ഞിട്ട് വർഷയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ കൈ എന്താടോ ഇത്ര തണുത്തിരിക്കുന്നത്? എന്താ ഈ ഞങ്ങളുടെ ഈ ടൈമിൽ ഇങ്ങനെയൊക്കെയാണ് വിവേകേട്ടാ, കൈയൊക്കെ ഒത്തിരി തണുപ്പുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചൂടായി വരുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഇതാ നമുക്ക് ആ കേക്ക് അങ്ങ് കട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ രാജ്കുമാർ അഗർവേൾഡിൻ്റെ ന്യൂസ് എല്ലാം തന്നെ കളക്ട് ചെയ്തത് വർഷമായതുകൊണ്ട് തന്നെ ഈ കേക്ക് ഇവൾ തന്നെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ആ കേക്ക് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അഞ്ച് പറഞ്ഞു കൊടുക്കുന്നു. കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വായിൽ. അതിനുശേഷം തന്നെ എല്ലാവരും പറയുന്നുണ്ട് വിവേകേട്ടന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഭിയും ശിവയൊക്കെ പറയുന്നുണ്ട്. ശിവ പിന്നീട് പറയുന്നുണ്ട് വർഷ തന്നെ കൊടുത്താൽ മതി വിവേകേട്ടനെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വിവേകിൻ്റെ വായിൽ വർഷ കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിവേകിന് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് വർഷയ്ക്കും കൊടുക്കുമ്പോൾ വർഷ വേഗം കയ്യിൽ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ രക്തവർണ്ണമായിട്ടുള്ള ഈ കുട്ടിയുടെ മുഖത്ത് അതിൻ്റെ കേക്കിൻ്റെ വർണ്ണം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ ആ ഒരു കേക്കിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട്. കുറച്ചുകൂടി എടുത്തിട്ട് വർഷ വിവേകിൻ്റെ മുഖത്തും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്നവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി ഞാൻ പൊക്കോട്ടെ, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വിവേക് ഇറങ്ങി വരുന്നു. വിവേകിന് ഒരുപാട് സന്തോഷമായി. വർഷയ്ക്ക് കേക്ക് കൊടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ സാധിച്ചു. പിന്നെ വർഷയുടെ മുഖത്ത് താൻ കേക്ക് തേക്കാനും ഒക്കെ സാധിച്ചു എന്ന സന്തോഷത്തോടു കൂടി വിവേക് വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം തന്നെ വർഷ വിവേക് തേച്ചിട്ടുള്ള കേക്ക് തൊട്ട് നോക്കിയതിന് ശേഷം തന്നെ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും വിവേകേട്ടൻ തിരിച്ചറിഞ്ഞില്ല, അതിൻ്റെ നല്ല ഭാഗ്യമെന്ന് ശിവയും അഭിയും പറയുമ്പോൾ അഞ്ചു പറയുന്നുണ്ട് വിവേകിന് എന്തൊക്കെ മനസ്സിലായതുപോലെ എനിക്ക് തോന്നുന്നത്, അവൻ വർഷയെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നു. ഞാനും കണ്ടതാണ് വർഷയെ വായി നോക്കുന്നത് വിവേകേട്ടൻ അഭിയെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഫീലായില്ലേ? വിവേകിൻ്റെ കാര്യം പറഞ്ഞ തുടങ്ങി ഈ അഭിക്ക്, അത് എനിക്കല്ലേ കൂടുതൽ ഫീൽ ആവേണ്ടതെന്ന് ശിവയും പറയുന്നുണ്ട്. കാരണം വസുന്ധരാൻ്റിക്ക് എന്നെ മരുമകളാക്കി കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം, എല്ലാവരും പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. മതിയാക്ക്, നിർത്ത്. ഒരു വിവേക്, രണ്ടാളും എല്ലാ കാര്യത്തിലും ഒത്തൊരുമയോടെ നിൽക്കും. വിവേകിൻ്റെ കാര്യം പറഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ്. അഞ്ചു താനും പറയണ്ട, താനും വിവേകിന് വായി നോക്കാറില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അഭി. അതിനുശേഷം വർഷ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, വിവേകിനെ മുറിക്കുകയോ വെക്കുകയോ എന്താ ചെയ്തോ, പക്ഷെ നിങ്ങൾ എന്നെ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഒരു പെൺകുട്ടിയെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ച് പറഞ്ഞ് നാണം കെടുത്തുകയല്ലേ എന്നെ ചെയ്യുന്നത്? ഇത് നല്ല കാര്യമാണോ? എവിടെയും കേൾക്കാത്തൊരു വൃത്തികെട്ട പേരും കൂടി എനിക്ക് ഇട്ടിരിക്കുകയാണ് ചെയ്തത്. വർണ്ണമാലാന്ന്, ഇതിൽ നല്ലൊരു പേരിട്ടായിരുന്നില്ലേ? അയാൾക്ക് ഇനി എന്തൊക്കെ സംശയം തോന്നിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കട്ടോ വർഷ. ഇത്രയും കാണിച്ചുകൊണ്ട് എന്തായാലും വർഷയും അതുപോലെ തന്നെ വിവേക് എന്തായാലും വർഷയെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ വർഷയുടെ മനസ്സിൽ വിവേകിനോട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇനി അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.